നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നിതാ നല്ലൊരു ഐഡിയയാണ് കാണിക്കുന്നത്, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഒരു തുണി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കോട്ടൺ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണിയുടെ നീളവും വീതിയും 15 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്കായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേറെ 2 പീസ് തുണികൾ എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണി തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ നീളം 15.5 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിലുമാണ്. ഇനി ഇതും നമുക്ക് സൈഡിലേക്കൊന്ന് നീക്കി വെക്കാം. ഇനി ഇവിടെ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. കറക്റ്റായിട്ട് തന്നെ മടക്കിയിട്ട് ഇതിൻ്റെ താഴത്തെ ഒരു അറ്റം ഇതുപോലെ പിടിച്ചിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അടുത്തൊരറ്റത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ തുണി നമുക്ക് നിവർത്തി വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ ആയിട്ട് മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് 2 സൈഡിലേക്കും 2.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. അടുത്തൊരു സൈഡിലും സെയിം രീതിയിൽ തന്നെ 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ നീളം 22 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിലുമാണ്. ഇനി ഹാൻഡിലിൻ്റെ ഒരെണ്ണം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരറ്റം 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഹാൻഡിലിൻ്റെ അടുത്തൊരറ്റം അടുത്ത സൈഡിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഹാൻഡിൽ എടുത്തിട്ട് അടുത്തൊരു സൈഡിലും സെയിം രീതിയിൽ തന്നെ ഹാൻഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 സൈഡിലും ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ 2 പീസ് തുണികൾ ആദ്യം എടുത്തിട്ടുണ്ടാകുന്നില്ലേ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുള്ള ഒരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അരികു ഭാഗം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പീസ് എടുത്തിട്ട് അടുത്ത സൈഡിൽ ഹാൻഡിൽ വെച്ച ഭാഗത്തേക്കായിട്ടും വെച്ച് കൊടുക്കുക. ഇങ്ങനെ. ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 അരികു ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് നിവർത്തി വെക്കാം 2 സൈഡിൽ നിന്നും. അതിനുശേഷം ഹാൻഡിലിൻ്റെ ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. അടുത്തതായിട്ട് നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് സിബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിബിൻ്റെ നീളം 15 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു തുണി ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി തുണിയുടെ അരികു ഭാഗത്തേക്കായിട്ട് സിബ് വെച്ച് കൊടുക്കണം. സിബിൻ്റെ നല്ല ഭാഗം ബാക്കിലേക്കായിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് തുണിയുടെ അരികിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 29 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 15 ഇഞ്ചിലുമാണ്. ഇത് നിവർത്തി വെച്ചിട്ട് ആ ഒരു തുണിയുടെ അരികു ഭാഗം സിബിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണി ഇതുപോലെ പിടിച്ചിട്ട് താഴേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. സിബിൻ്റെ ഭാഗം ഇങ്ങനെ പിടിക്കുക, ലൈനിങ് തുണി താഴേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെയാണുള്ളത്. ഇനി നമുക്ക് സിബ് വെച്ചതിൻ്റെ അരികിലൂടെ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മാർക്ക് ചെയ്ത ഭാഗത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ തുണിയുടെ അടുത്തൊരു അരികു ഭാഗത ഇതുപോലെ മടക്കിയിട്ട് സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇനി ലൈനിങ് തുണി ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെയുള്ളത്. ഇനി സിബ് വച്ചിട്ടുള്ള ആ ഒരു അരികു ഭാഗം ഉണ്ടല്ലോ, അത് ലൈനിങ് തുണിയായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇനി അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അരികു ഭാഗം. അപ്പം മാർക്ക് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നായിട്ട് നമുക്ക് റണ്ണർ ഒന്ന് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഇതുപോലെ ഉള്ളുന്നായിട്ട് വേർപ്പെടുത്താം. 2ആയിട്ട് വേർപ്പെടുത്തണം. അതിനുശേഷം നമുക്ക് തുണി ഇതുപോലെ നല്ല ഭാഗം പുറത്തേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇനി നമ്മൾ സിബ് വെച്ചിട്ടുള്ള ഈ ഒരു അരികു ഭാഗത്തും ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് തുണി ഒന്ന് ഇതുപോലെ തിരിച്ച് വയ്ക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്കായിട്ട്, രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ ഉൾവശം പുറത്തേക്ക് എന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സിബിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് താഴത്തെ കോർണർ ഭാഗത്തായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം. സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം രണ്ട് സൈഡിലും. ഇനി നമുക്ക് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് തന്നെ സിബിൻ്റെ ഭാഗം ചേർത്ത് വെച്ചിട്ട് അരികു ഭാഗത്തായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഭാഗവും ചേർത്ത് വെച്ചിട്ട് അവിടെയും നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തുണി ഇതുപോലെയാണുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് താഴേന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി ഈ ഒരു രീതിക്ക് ബാക്കിയുള്ള 3 കോർണർ ഭാഗത്തും സെയിം രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 കോർണർ ഭാഗത്തും ആ ഒരു രീതിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 4 കോർണർ ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി അരികു ഭാഗത്തേക്കായിട്ട് താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 സൈഡിലും ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അരികു ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ വെച്ച് കൊടുത്ത തുണി ഇതുപോലെ നിവർത്തിയിട്ട് മോൾ ഭാഗത്തു നിന്നായിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാണാതിരിക്കാനായിട്ട് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 ഭാഗവും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അരികു ഭാഗങ്ങളൊന്ന് ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 കോർണർ ഭാഗം ഈ ഒരു രീതിക്കൊന്ന് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നാല് കോർണർ ഭാഗത്തുമായിട്ട് ഇതുപോലെയാണുള്ളത്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരികു ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 4 കോർണർ ഭാഗങ്ങളും ഈ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ 4 കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 4 കോർണർ ഭാഗത്തായിട്ട് നമ്മൾ ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സൈഡ് ഭാഗത്ത് ചെയ്ത പോലെ. ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നല്ലൊരു ബാഗ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഈ ഒരു ബാഗിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.